നമസ്കാരം. ജോബിൻ പബ്ലിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞൊരു വീഡിയോ നമുക്കറിയാം GDSന്റെ കറക്ഷൻ വിൻഡോവിനെ കുറിച്ചാണ്. ഉള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസരം മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രജിസ്ട്രേഷൻ ടൈമിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ടൈമിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഇൻ കേസ് വന്നിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു മിസ്റ്റേക്കുകൾ പരിഹരിക്കാനും റീസബ്മിറ്റ് ചെയ്യാനും ഉള്ളൊരു കാലാവധിയായിരുന്നു ആ ടൈം വിൻഡോ എന്ന് പറയുന്നത്, ആ കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരുപാട് പേര് പ്രയോജനപ്പെടുത്തി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു അറിവ് വെച്ചിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രിഫറൻസ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും എന്നുള്ളതായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ നോട്ടിഫിക്കേഷനിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോൾ നോട്ടിഫിക്കേഷന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് സം ഡേറ്റ പ്ലസ് നമ്മുടെ പ്രിഫറൻസ്, അതേപോലെ തന്നെ മാർക്ക്, ഇതെല്ലാം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ആ നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ എത്ര പേര് ഇത് ചേഞ്ച് ചെയ്തു എന്ന് എനിക്കറിയില്ല. ഒരുപാട് പേര് എന്റെ വീഡിയോസ് ഇത് പറയുന്നതാണ്. ഒരുപാട് പേർക്ക് ഇതുപോലെ മിസ്റ്റേക്കുകൾ പറ്റി, മാർക്ക് എൻട്രി ചെയ്തപ്പോൾ തെറ്റിപ്പോയി, ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്ത് തെറ്റിപ്പോയി, അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞപ്പം എത്രത്തോളം കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് അത് അവർക്കേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു വിൻഡോ ഞാൻ കണ്ടിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും എഡിറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്യുക. അപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരുപാട് ഡൗട്ട്സുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിക്കവരും ചോദിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാർക്കിന്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പൊ ഇത്ര ശതമാനം മാർക്കുണ്ട്, അപ്പൊ കിട്ടാൻ ചാൻസ് ഉണ്ട്, എന്നാണ് റിസൾട്ട് വരുന്നത്, ദെൻ അപ്ലൈ ചെയ്ത ടൈമിൽ നമ്മൾ വന്ന മിസ്റ്റേക്കുകൾ നമുക്ക് ഈ ഒരു കറക്ഷൻ വിൻഡോയിലെല്ലാം തന്നെ പരിഹരിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാ ഡൗട്ടുകളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്തു തരാം ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു വീഡിയോയാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഡൗട്ടുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ, അതേപോലെ തന്നെ പുതിയ പുതിയ ജോബ് അവസരങ്ങൾ, അങ്ങനെയുള്ള എല്ലാം നിങ്ങളുടെ അരികിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ മജോറിറ്റി ആളുകളും ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഡേറ്റ്, അതായത് ഡേറ്റ് ഓഫ് റിസൾട്ട് എന്നാണ്. അപ്പൊ എന്നാണ് ഇതിന്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക, എത്ര ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. റിസൾട്ടിനെ കുറിച്ച് എന്തെങ്കിലും അറിവ് ലഭിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു വീഡിയോ ചെയ്തു തരും, അത് ഉറപ്പാണ്. അതേപോലെ തന്നെ ഓരോ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പൊ അത് വെയിറ്റ് ചെയ്തിരിക്കുക. സോ കഴിഞ്ഞ തവണത്തെ റിക്രൂട്ട്മെന്റിൽ അപേക്ഷിച്ചവർക്ക് അറിയാൻ എനിക്കൊന്ന് 7 ലിസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അപ്പൊ 7 ലിസ്റ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചുപേരൊക്കെ കമന്റ് ഇട്ടിരുന്നു ഇതിനൊരു അന്ത്യമില്ലേ എന്നുള്ള കാര്യം. അപ്പൊ കഴിഞ്ഞ ലിസ്റ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 7 ലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ ഇനി എത്ര ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് നമുക്ക് ആ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് 9A+ കിട്ടിയവർക്ക് കിട്ടുമോ, SC കാറ്റഗറിയിൽ ഇത്ര ശതമാനം മാർക്കുണ്ട്. അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മറ്റുള്ള കുട്ടികളുടെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പൊ അത് എനിക്കിത് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ SC കാറ്റഗറിയിൽ ഇത്ര ശതമാനം മാർക്കുണ്ട്, അപ്പൊ ആ ഒരു കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്ത മറ്റുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ മാർക്ക് ഇയാളുടെ മാർക്കിനേക്കാളും താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾക്കായിരിക്കും കിട്ടാനുള്ള ചാൻസ്. അപ്പൊ അത്രേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഡൗട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി മറ്റുള്ള ഡൗട്ടുകളിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തൊരു സെക്ഷനിൽ കാണുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതൊക്കെ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മടിക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.